പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാല സമയത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് അർത്ഥാൽ ഈ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിലേക്ക് അടുത്ത് ചെല്ലും. നമ്മൾ അകന്നിരിക്കാനല്ല ദൈവം നമ്മളെ ഒക്കെ വിളിച്ചത്. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലണം. ദൈവത്തോട് അടുത്ത് ചെല്ലണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാമോ? വിശ്വാസത്തിൻ്റെ ഒരു പൂർണ്ണ നിശ്ചയം വേണം. എന്താ വിശ്വാസം? എൻ്റെ കർത്താവിന് എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ മാതാപിതാക്കന്മാരായ നമ്മളിൽ ആ മക്കൾക്കൊരു വിശ്വാസം ഉണ്ടാകും. അതുപോലെ നമ്മുടെ ദൈവത്തിൽ നമുക്കൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം. അത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള വിശ്വാസമല്ല. അതിനപ്പുറമായി എന്നെ നടത്തുവാൻ, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, എന്നെ കരുതുവാൻ, എന്നെ എല്ലാവരും കൈവിടുമ്പോൾ എന്നെ മാറോട് ചേർത്ത് പിടിക്കുവാൻ ഈ യേശു അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളൊരു വിശ്വാസം, നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. ഒരു ആത്മധൈര്യം നമുക്കുണ്ടാകണം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ കർത്താവിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാൻ പറ്റുമോ? പ്രവചന പുസ്തകത്തിൽ പറയുന്ന അവൻ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക. ദൈവം നമ്മളോട് അടുത്ത് ചേരുവാൻ ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശു വാതിൽക്കൽ നിന്ന് പകൽക്കാലം മുട്ടുമ്പോൾ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലുവാൻ, അർത്ഥം കർത്താവിനെ നമ്മളിലേക്ക് പൂർണ്ണ വിശ്വാസത്തോടെ അംഗീകരിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഇന്ന് പകൽക്കാലം പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ പ്രത്യാശയോടെ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുക. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് വേണം അടുത്ത് ചെല്ലാൻ. നല്ല ഹൃദയത്തോടെ, നല്ല കോൺഫിഡൻസോടെ ഞാൻ ഈ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകും എന്ന് വിശ്വസിക്കും. നമ്മൾ ഇന്ന് പകൽക്കാലം പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകട്ടെ, ഞാൻ ചെല്ലുന്ന ഇടത്ത് എൻ്റെ കർത്താവ് ഉണ്ട്, ഞാൻ പോകുന്ന ഈ വഴിയിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ, എൻ്റെ ശുശ്രൂഷയോട് കൂടെ, എൻ്റെ ആവശ്യങ്ങളോട് കൂടെ ഈ കർത്താവുണ്ട് എന്നൊരു പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം മറുപടി നൽകുമെന്ന് ഒരു പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ, ഉറപ്പുണ്ടാകട്ടെ. കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ഇന്ന് പകൽക്കാലം ദൈവം പരിഹാരം തരും. നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റും, നിങ്ങളുടെ വേദനകൾ മാറ്റും, നിങ്ങളുടെ ഇല്ലായ്മകൾ മാറ്റും, നിങ്ങളുടെ തകർച്ചകൾ മാറ്റും, നിങ്ങളുടെ രോഗം മാറും. നിങ്ങളുടെ എല്ലാ അവസ്ഥയ്ക്കും ദൈവം ഇന്ന് പകൽക്കാലം മാറ്റം വരുത്താൻ പോകുക. നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ നിങ്ങളോട് പറയുന്നു, ഈ ദൈവം ഇന്നും എന്നേക്കും നല്ല ദൈവമാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ അവൻ നടത്തി തരും. നിങ്ങളുടെ പ്രതികൂലങ്ങളെ അവൻ മാറ്റി നൽകും. ആരൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും, ഉപേക്ഷിക്കാതെ കർത്താവിൽ വിശ്വാസം വെച്ചുകൊണ്ട് പ്രത്യാശയോടെ മുൻപോട്ട് പോകുക. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിന്റെ പകൽക്കാലമായി തീരാൻ പോകുകയാണ്. വലിയൊരു മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളുടെ മേൽ നടക്കാൻ പോകുക. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ അരികിലേക്ക് വരിക. ദൈവമക്കളെ, ദൈവം ഈ വചനം ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുക. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.